ഉണ്ടായിരുന്നത് ആരുടെ ഡയമെൻഷൻ ആയിരുന്നു? ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ ആണ് നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ. അപ്പൊ നമുക്ക് mL(T)(2) എന്നുള്ള ഇക്വേഷൻ ഇക്വേഷൻ വായിച്ചാലും mL(T)(2) വായിച്ച് വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമ്മൾ ആൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു. എന്താണ്? mL(T)(2) ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്താണ്? L. ഇവിടെ L(1) L(1) രണ്ടും കൂടെ എന്തായിട്ട് മാറും? L(2). അപ്പൊ mL2(T)(2) ആണ് ആരുടെ ഡയമെൻഷൻ മക്കളെ? വർക്കിന്റെ ഡയമെൻഷൻ. ഇങ്ങനെ കോമൺ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മളോട് ചോദിക്കുള്ളൂ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ. അത് നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കുക. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ഒന്നാണ് ഏത്? പ്രഷർ. എന്താണ് പ്രഷറിന്റെ ഇക്വേഷൻ? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. വായിച്ചേ, ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? mL(T)(2). നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ഒന്ന് കാണാൻ പഠിച്ചു വെച്ചോട്ടോ. ഡിവൈഡഡ് ബൈ ഏരിയയുടെ ഡയമെൻഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്യും. എന്താണ്? L². ഈ L² മേലേക്ക് പോകും. അപ്പൊ എന്തായിട്ട് മാറും? L(2). അപ്പൊ പ്രഷറിന്റെ ഡയമെൻഷൻ എന്താവും? mL(T)(2) നമ്മൾ അതേപോലെ എഴുതുക. ആൻഡ് L² മേലേക്ക് പോകുമ്പോൾ എന്താവും? L(2). ഇവിടെ L(1) ഉണ്ട്, -2 ഉണ്ട്. അപ്പൊ എന്താവും? L(-1) ആവും. അപ്പൊ mL(-1) T(2). ഇതാണ് ആരുടെ ഡയമെൻഷൻ? പ്രഷറിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. പ്രഷറിന്റെ ഡയമെൻഷൻ. സോ ഇനി നമുക്ക് ഒരു ക്വാണ്ടിറ്റി കൂടെ, ഒന്ന് രണ്ട് ക്വാണ്ടിറ്റി കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡയമെൻഷന്റെ തന്നെ വരുന്ന ഒന്ന്, സ്ട്രെസ്സിന് ഈ പ്രഷറിന്റെ അതേ ഡയമെൻഷൻ തന്നെയാണ് കേട്ടോ. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. +1 ലാസ്റ്റിലെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ബോക്സിലാക്കി വെക്കുക. ഡയലി ഇക്വേഷൻസ് പഠിക്കാനായിട്ട് നോക്കണം. എല്ലാ ദിവസവും ഇക്വേഷൻ, കാര്യം ഇത് നമ്മുടെ വേറെ ചാപ്റ്ററുകളിലൊക്കെ നമുക്ക് വരും ഈ ഇക്വേഷൻസ് ഒക്കെ കേട്ടോ. ഞാൻ ഇതിന്റെ നോട്ട് ഞാൻ ഗ്രൂപ്പിനകത്തേക്ക് ഷെയർ ചെയ്യും. നിങ്ങൾ എഴുതിയിട്ടൊന്നുമില്ല. ഇന്നലെ ഞാൻ ഇട്ടില്ല നോട്ട്. നല്ല വൃത്തിക്ക് ഞാൻ നോട്ട് നിങ്ങൾക്ക് അയച്ചുതരാം. നിങ്ങൾക്ക് അത് പ്രിന്റ് എടുക്കാം, എഴുതിയിട്ട്. പക്ഷെ എഴുതി പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ മാർക്ക് തന്നെ മേടിക്കാതെ കാര്യം ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ എങ്ങനെ എഴുതി പഠിക്കുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ. ആൻഡ് ഇനി ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുക. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ എഴുതിക്കുക. ഫൈൻഡ് ദ dimensional formula of gravitational constant. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ G ആണ്. ഇക്വേഷൻ എന്താണ്? ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് റെപ്രസെന്റ് ചെയ്ത ലെറ്റർ ക്യാപിറ്റൽ G. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷന്റെ ആ ഇക്വേഷൻ ഇങ്ങനെയാണ്. ആ ഇക്വേഷൻ വരുന്നത് that is F is equal to Gmm/r². ഇക്വേഷൻ F is equal to Gmm/r². ഇത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോ എന്ന് പറയുന്ന നിയമമുണ്ട് ന്യൂട്ടന്റെ. അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ആണത്. അവിടെ നിന്നാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു എന്ന് വിചാരിച്ചാൽ, 9ൽ പഠിച്ചത് കൊണ്ട് അതിന്റെ തുടർച്ചയായിട്ട് +1 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അറിയാം എന്നുള്ളൊരു ഉറപ്പില്. നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് എനിക്കും മാത്രമേ സത്യം. ഇങ്ങനല്ല, 9ൽ നമ്മൾ പഠിച്ചതിന്റെ ബാക്കി 8 ഇക്വേഷൻ ആണ്. സോ ഇക്വേഷൻ നമ്മൾ സെപ്പറേറ്റ് എഴുതി കൊടുക്കും. പക്ഷെ നിങ്ങൾ ഇക്വേഷൻ പഠിക്കണം. ഏത് നിയമവുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ആണ്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോ. ഒന്നുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ ആരുടെ ഡയമെൻഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ക്യാപിറ്റൽ G.
ക്യാപിറ്റൽ ജിയെ മാത്രം അവിടെ നിർത്തുന്നു. ബാക്കിയുള്ള എല്ലാവരെയും ഞാൻ ഏത് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. എങ്ങനെ ചെയ്യാം? ഇവിടെ ഡിവിഷനിലാണ് ആർ സ്ക്വയർ, ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ എമ്മും എമ്മും ഒക്കെ എന്തിനാണുള്ളത്? മൾട്ടിപ്ലിക്കേഷനിലാണുള്ളത്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ഡിവിഷനിലേക്ക്. അപ്പൊ മാത്സ് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം എം ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്ക് അറിയാം. എന്താണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ? പറയൂ. ml t raised to minus 2. and r square ഡയമെൻഷൻ നമുക്കറിയാം. എന്താണ്? r എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അല്ല, ഡിസ്റ്റൻസിന്റെ സ്ക്വയർ സ്ക്വയർ. ആൻഡ് മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം. രണ്ട് മാസ് ഉള്ളതുകൊണ്ട് എന്ത് എഴുതാം? നമുക്ക് എം സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ കൂടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടോ, കറക്റ്റ് ആണ്. എടാ ഒരു എമ്മും ഒരു എമ്മും ഉള്ളത് കട്ട് ചെയ്യാം നമുക്ക്. എം സ്ക്വയർ അല്ല, ഈ എം എന്ത് ചെയ്യും? മേലേക്ക് വരും. മേലേക്ക് വരുമ്പോ നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് ഇങ്ങനെയാണ് കിട്ടുക. എന്താ കിട്ടുക? എം റീസ് ടു മൈനസ് 1 എൽ ടി റീസ് ടു മൈനസ് 2 ഇൻറ്റു ഇവിടെ ആയിരുന്നു മക്കളെ? ഈ എം മേലേക്ക് വരുമ്പോ എന്താ? എം റീസ് ടു ഒരു എം ബാക്കി ഉണ്ട് ഇവിടെ. ആ എം ആണ് മേലേക്ക് വരുമ്പോൾ എം റീസ് ടു മൈനസ് 1 ആവും കേട്ടോ. എല്ല് ഞാൻ അതേപോലെ എഴുതി, ടി റീസ് ടു മൈനസ് 2 അതേപോലെ എഴുതി. ഇവിടെ വേറെ ആരായി ബാക്കിയുള്ളത്? ഒരു എല്ലിന്റെ സ്ക്വയർ ഈക്വൽ ടു ക്യാപിറ്റൽ ജി. എടാ ഇവിടെ എൽ റീസ് ടു 1, ഇവിടെ എൽ റീസ് ടു 2, രണ്ടും കൂടെ നമുക്ക് എന്തായിട്ട് എഴുതാം? എൽ റീസ് ടു 3 ആയിട്ട് എഴുതാം. അപ്പൊ എം റീസ് ടു മൈനസ് 1 എൽ റീസ് ടു 3 ടി റീസ് ടു മൈനസ് ഈക്വൽ ടു റെഡി. ഇതിന്റെ ആൻസർ എല്ലാവരും ഒന്ന് നോക്കി മനസ്സിലാക്കാൻ, നോക്കി മനസ്സിലാക്കിയിട്ട് സ്വയം ചെയ്യാൻ പറ്റുന്നെങ്കിൽ